Hi dear students, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് നമ്മൾ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഇലക്ട്രിക് ഡൈപോൾ ആണ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ due to a dipole, electric dipole. അപ്പോൾ നിങ്ങൾ ആദ്യം ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. രണ്ട് ചാർജസ്, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പ്ലസ് ക്യൂ എന്നുള്ള ഒരു ചാർജ്, വേറൊരു ചാർജാണ് മൈനസ് ക്യൂ. ദീസ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. സപ്പോസ് നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് 2a ആണ്. ഇതിനെ നമുക്ക് എന്ത് പറയാം, ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയാം അല്ലേ. രണ്ട് ചാർജസ് ഉണ്ട്, ഇതിൻ്റെ സൈൻ എന്താണ്, ഓപ്പോസിറ്റ് സൈൻസ് ആണ്. ഒന്ന് പ്ലസ് ആണ്, മറ്റേത് എന്താണ്, മൈനസ് ആണ്. പക്ഷേ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് അല്ലേ. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം, ഇലക്ട്രിക് ഡൈപോൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇലക്ട്രിക് ചാർജസിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഇലക്ട്രിക് ഡൈപോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലാണ് അല്ലേ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഇലക്ട്രിക് ഡൈപോൾ ആണ് നമുക്ക് വേണ്ടത്. സപ്പോസ് ഒരു പോയിന്റ് നമുക്ക് ഇവിടെ പി എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, പോയിന്റ് പി. ഈ പിയിലുള്ള പൊട്ടൻഷ്യലാണ് നമുക്ക് കാണേണ്ടത് ഡ്യൂ ടു ദിസ് ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ ഞാൻ പ്ലസ് ക്യൂ എന്നുള്ള പോയിന്റിൽ നിന്ന് പിയിലേക്ക് ഒരു ലൈന് വരക്കുന്നു. അതേപോലെ മൈനസ് ക്യൂ എന്നുള്ള പോയിന്റിൽ നിന്ന് പിയിലേക്ക് ഒരു ലൈൻ വരച്ചു. മൈനസ് ക്യൂ എന്ന് പിയിലേക്കുള്ള ലൈനിന് ഞാൻ R1, ഈ ഡിസ്റ്റൻസിന് ഞാൻ R1 എന്ന് കൊടുക്കുന്നു, ഈ ഡിസ്റ്റൻസിന് ഞാൻ R2 എന്ന് കൊടുക്കുന്നു. സോ R1, R2 ആർ ദ ഡിസ്റ്റൻസ് ഫ്രം ദി പോയിന്റ് P ടു ദി ചാർജസ് മൈനസ് ക്യൂ ആൻഡ് പ്ലസ് ക്യൂ റെസ്പെക്റ്റീവ്ലി. ശരിക്കും ശ്രദ്ധിക്കണം, ഡയഗ്രാം. ഒരു ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഡൈപോളിൻ്റെ ലെങ്ത് 2a എന്ന് കൊടുത്തിട്ടുണ്ട്. മൈനസ് ക്യൂ എന്ന് നമ്മൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പോകുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് R1 ആണ്. പ്ലസ് ക്യൂ എന്ന് നമ്മൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പോകുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് R2 ആണ്. സപ്പോസ് ഇതിൻ്റെ സെൻറ്റർ, ഈ ഡൈപോളിൻ്റെ സെൻറ്ററിന് ഞാൻ O എന്ന് പേര് കൊടുക്കാം. O എന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസിന് ഞാൻ R എന്ന് കൊടുക്കാം. O എന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, R ആണ്. സോ R1, R2, R ഇവ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കിനി ഡെറിവേഷനിലേക്ക് കിടക്കാം. പോയിന്റ് പിയിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാവും ഡ്യൂ ടു പോയിന്റ് ചാർജ്. നമുക്കറിയാം 1/4πε0 Q/r. പക്ഷേ ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് ചാർജസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. സെപ്പറേറ്റ് ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈപോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അതായത് ഈ പ്ലസ് ക്യൂ കാരണം ഒരു ഡൈപോൾ ഉണ്ടാകും, അതേപോലെ പ്ലസ് ക്യൂ കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതേപോലെ മൈനസ് ക്യൂ കാരണവും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സം എടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടുന്നു. അതാണ് എന്തെന്ന്, ഡൈപോൾ ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി. കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല, നമ്മൾ ഓരോ സ്റ്റെപ്സും നമ്മൾ പറയാൻ വേണ്ടി പോവാണ്. അപ്പോൾ പ്ലസ് ക്യൂ ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഞാൻ എന്ത് കൊടുക്കുന്നു, V1 ഈസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ R2. പ്ലസ് ക്യൂ ആണ്, പിയിലേക്കുള്ള ഡിസ്റ്റൻസ് R2 ആണ്. ഈ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഇനി V2 ഈസ് ഈക്വൽ ടു 1/4πε0 മൈനസ് ക്യൂ അല്ലേ. പ്ലസ് ക്യൂ മാറിയിട്ട് ആരായി, മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഫ്രം മൈനസ് ക്യൂ ടു പി എത്രയാണ്, R1. അപ്പോൾ നമ്മളെ ടോട്ടൽ പൊട്ടൻഷ്യൽ, നെറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V is equal to V1 പ്ലസ് V2 ആണ്. ദാറ്റ് ഈസ് 1/4πε0 Q ഡിവൈഡഡ് ബൈ R2 അല്ലേ, പ്ലസ് മൈനസ് 1/4πε0 Q ഡിവൈഡഡ് ബൈ R1. ഇനി നമുക്ക് ഇതിൽ ക്യൂ ഉണ്ട്, ഈ ടേമിലും ക്യൂ ഉണ്ട്, ഈ രണ്ട് ടേമിലും 4πε0 ഉണ്ട്.
സോ ഈ q/4πε0 നമുക്ക് പുറത്തേക്ക് എടുക്കാം. q/4πε0 ഇൻറ്റു ഈ ടേമിൽ ബാക്കി എന്താ ഉള്ളത്? 1/r2 ആണ് ബാക്കിയുള്ളത്. ഈ ടേമിൽ എന്താ ബാക്കിയുള്ളത്? -1/r1. ശരിക്കും ശ്രദ്ധിക്കുക. q/4πε0 ഞാൻ കോമൺ ആയിട്ട് എടുത്തു. ബാക്കി ഇവിടെ ഉള്ളത് 1/r2 ആണ്. ഈ ടേമിലുള്ളത് 1/r1 ആണ്. സോ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ വരിക? v ഈസ് ഈക്വൽ ടു എത്ര വരിക നമുക്ക്? v ഈസ് ഈക്വൽ ടു q/4πε0 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് r1 - r2 ഡിവൈഡഡ് ബൈ r1 ഇൻറ്റു r2 എന്ന് കിട്ടും അല്ലേ? r1 - r2 ഡിവൈഡഡ് ബൈ r1 r2 അല്ലെങ്കിൽ r1 ഇൻറ്റു r2 എന്ന് കിട്ടും. r1 - r2 എന്നുള്ള ടേം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫിഗറിൽ ഒരു മോഡിഫിക്കേഷൻ ചെയ്യുന്നു. അതായത് നമ്മൾ ഈ +q എന്നുള്ള പോയിന്റ് ഞാനൊരു പെർപെൻഡിക്കുലർ വരക്കുന്നു. എങ്ങോട്ടേക്കാണെന്ന് അറിയോ? ഈ -q എന്നുള്ള പോയിന്റ് പിയിലേക്ക് ജോയിൻ ചെയ്യുന്ന r1 ഉണ്ടല്ലോ, ഈ r1ലേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ വരക്കുന്നു. ഓക്കെ, സപ്പോസ് ഇത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ വരക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഡിസ്റ്റൻസ്, ഇവിടുന്ന് -q ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? r1 - r2. അപ്പോൾ r1 - r2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിരിക്കും? ഈ -q ഈ പെർപെൻഡിക്കുലർ വരച്ചിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എത്രയായിരിക്കും? r1 - r2. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് മോഡിഫിക്കേഷൻ ചെയ്തത്? ഈ +q r1ലേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ വരക്കുന്നു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് എന്തെന്ന്? r1 - r2. അപ്പോൾ ഞാൻ ഈ ആംഗിൾ തീറ്റ എന്ന് കൊടുത്തു. ഈ ആംഗിൾ എത്രയാണ്? തീറ്റ എന്നാണ് കൊടുക്കുന്നത്, തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഞാൻ പേര് കൊടുക്കാം ABC എന്ന് പേര് കൊടുക്കാം. ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ട്രയാങ്കിൾ ABC ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ r1 - r2 അല്ലേ? ഈ തീറ്റേൻ്റെ അഡ്ജസൻറ്റ് സൈഡ് r1 - r2 അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് എന്തെന്ന്? ഈ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 2a, അതായത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പോൾ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഈസ് ഈക്വൽ അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ്? r1 - r2. ഈ ട്രയാങ്കിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? ഈ AB എന്നുള്ള ഡിസ്റ്റൻസ് ആണ്, ദാറ്റ് ഈസ് 2a. അല്ലെങ്കിൽ r1 - r2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? 2a കോസ് തീറ്റ എന്ന് കിട്ടും. സോ r1 - r2 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താ കിട്ടിയത്? 2a കോസ് തീറ്റ. അതിനുവേണ്ടി വരച്ച മോഡിഫിക്കേഷനാണിത്, ഈ ലൈന്. അതിനുശേഷം നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടാണ് കോസ് തീറ്റേൻ്റെ വാല്യൂ റേഷ്യോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ r1 - r2 ഇനി നമുക്ക് എന്ത് കൊടുക്കാം? കോസ് തീറ്റ എന്ന് കൊടുക്കാം. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. സോ v ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ 4πε0. r1 - r2 ഞാൻ എന്ത് കൊടുക്കുന്നു? 2a കോസ് തീറ്റ എന്ന് കൊടുക്കുന്നു. 2a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ r1 r2 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ഇക്വേഷൻ. v ഈസ് ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ 4πε0 2a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ r1 r2. സപ്പോസ് ഈഫ്, അല്ലെങ്കിൽ വേറൊരു കേസ് ഞാൻ വേണ്ടി പറയാൻ പോവാണ്. ഈഫ് r1 ഈസ് ഈക്വൽ ടു r2, r1ഉം r2ഉം ഈക്വൽ ആണെങ്കിൽ ഞാനൊരു കേസ് പറയാൻ പോവാണ്. v ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? v ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുക q ഡിവൈഡഡ് ബൈ 4πε0 2a ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ r². 2a ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ r1 ഈസ് ഈക്വൽ ടു r2 ഈസ് ഈക്വൽ ടു r ആണെങ്കിൽ r ഇൻറ്റു r നമുക്ക് എന്ത് കിട്ടും? r² കിട്ടും. സോ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? v ഈസ് ഈക്വൽ ടു q ഇൻറ്റു 2a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു r². കിട്ടിയ എന്തുകൊണ്ടാണ്? ഇഫ് r1 ഈസ് ഈക്വൽ ടു r2 ഈസ് ഈക്വൽ ടു r ആണെങ്കിൽ. ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നും, ന്യൂമറേറ്റർ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും, കാരണം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിൽ നമ്മളൊരു കാര്യം പഠിക്കുന്നുണ്ട്, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ P ആണ്. P ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു q എന്നാണ് നമ്മൾ എടുക്കുന്നത്.
P is equal to 2A into Q. 2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൈപോളിലുള്ള ചാർജസ് തമ്മിലുള്ള സെപ്പറേഷൻ ആണ് 2A. അവിടെയുള്ള ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് Q. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഡൈപോൾ മൊമെൻറ്റ്. ഈ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് അങ്ങോട്ടേക്കാണെന്ന് അറിയോ? -Q +Q ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. ഡൈപോൾ മൊമെൻറ്റ് P is equal to എന്താണ്? 2AQ ആണ്. 2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഡിസ്റ്റൻസ് ആണ്, ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. Q ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഫ്രം -Q to +Q. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് ഡയറക്ഷൻ ഞാനിവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ് ഡയറക്ഷൻ -Q to +Q. അപ്പോൾ ഈ 2AQ എന്നുള്ള ടേം ഉണ്ടല്ലോ ന്യൂമറേറ്ററിൽ, V is equal to അല്ലേ Q into 2A എന്നുള്ള ടേമിന് ഞാൻ എന്ത് കൊടുക്കുന്നു? P എന്ന് കൊടുക്കുന്നു. സോ 1/4πε0 into P cos theta divided by R square. This is our final equation for potential due to a dipole, electric dipole. V is equal to 1/4πε0 P cos theta divided by R square. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? Due to a point charge 1/4πε0 Q by R എന്നല്ലേ? ഇവിടെ എന്തും കൂടി വന്നിട്ടുണ്ട്, P cos theta divided by R square. ഒരു തീറ്റ എന്നുള്ള ടേം ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ ആറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏത് ആംഗിളാണ്? തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് അല്ലേ? ഈ ഡിസ്റ്റൻസും ഡൈപോൾ മൊമെൻറ്റും തമ്മിലുള്ള ആംഗിളാണ് എന്തെന്ന്? തീറ്റ എന്ന് പറഞ്ഞാൽ. സോ ഈ തീറ്റ എന്നുള്ള ടേമിനെ കൂടി എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഫൈനൽ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഇസ് V is equal to 1/4πε0 P cos theta divided by R square. So we have the equation for electrostatic potential due to a dipole, that is 1/4πε0 P cos theta divided by R square. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡൈപോൾ മൊമെൻ്റ് ആണ്. theta is the angle between this dipole moment and the distance R അല്ലേ? ഇനി 1/4πε0 കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ ഒക്കെ നമുക്കറിയാം. 9 × 10⁹ എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ കേസ് പറയാനുണ്ട്. സ്പെഷ്യൽ കേസിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ, ഇഫ് ദി ഡൈപോൾ ഈസ്, നമുക്ക് പൊട്ടൻഷ്യൽ കാണേണ്ടത് ആക്സിയൽ ലൈനിലാണ്. ആക്സിയൽ ലൈൻ ഓഫ് ദി ഡൈപോൾ ആണെങ്കിൽ അല്ലേ? ഇഫ് ദി ഡൈപോൾ വി വാണ്ട് ടു ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ അറ്റ് ആക്സിയൽ ലൈൻ ഓഫ് ദി ഡൈപോൾ. ആക്സിയൽ ലൈൻ നമുക്കറിയാം, ഇത് ഡൈപോൾ ആണെങ്കിൽ ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് അല്ലേ? അത് ലൈന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റ്, അതിൻ്റെ ആക്സിസിലുള്ള ഒരു പോയിന്റിലാണെങ്കിൽ ആക്സിയൽ ലൈൻ ആണെങ്കിൽ അല്ലേ? പൊട്ടൻഷ്യൽ അറ്റ് ആക്സിയൽ ലൈൻ ഓഫ് ദി ഡൈപോൾ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താ കിട്ടുക? ആക്സിയൽ ലൈൻ ആണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 0 അല്ലേ? തീറ്റ ആറും നമ്മളെ ഡൈപോൾ മൊമെൻറ്റും തമ്മിലുള്ള ആംഗിൾ എന്നാണ്? 0 ആണ്. സോ ആംഗിൾ 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ V is equal to എന്തായിരിക്കും? 1/4πε0 P into cos 0 divided by R square is equal to 1/4πε0. നമുക്കറിയാം cos 0 is equal to 1 ആണ്. സോ P divided by R square എന്ന് നമുക്ക് കിട്ടും. ഇറ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ അറ്റ് ആക്സിയൽ ലൈൻ ഓഫ് ദി ഡൈപോൾ. ഇനി രണ്ടാമത്തെ ഒരു കേസാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇക്വിറ്റോറിയൽ ലൈൻ അല്ലെ? ഇക്വിറ്റോറിയൽ പോയിന്റ്. ഇക്വിറ്റോറിയൽ ലൈൻ അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ പോയിന്റിലാണ് നമുക്ക് പൊട്ടൻഷ്യൽ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതായത് ഡൈപോളിൻ്റെ ഇക്വിറ്റോറിയൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇക്വിറ്റോറിയൽ പോയിന്റ്, അല്ലെങ്കിൽ ആ ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി അല്ലേ? ഡിസ്റ്റൻസ് അല്ലേ? പോയിന്റ് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഉള്ള ലൈനും നമ്മളെ ഡൈപോൾ മൊമെൻറ്റ് നമ്മളുള്ള ആംഗിൾ എത്രയാണ്? ഇവിടെ 90 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ദെൻ നമുക്ക് പൊട്ടൻഷ്യൽ എന്താ കിട്ടുക? V ഈസ് ഈക്വൽ ടു 1/4πε0 P cos 90. cos 90 എന്തായി പോയി? cos 90 ഈസ് ഈക്വൽ ടു 0 ആണ്. സോ ഇൻറ്റു P ഇൻറ്റു cos 90 ഡിവൈഡഡ് ബൈ R സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. കാരണം cos 90 എത്രയാണ്? 0. സോ രണ്ട് സ്പെഷ്യൽ കേസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒന്ന് ആക്സിയൽ പോയിന്റ് അല്ലെങ്കിൽ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റ്, മറ്റേത് ഇക്വിറ്റോറിയൽ ലൈനിലുള്ള ഒരു പോയിന്റ്, ഇക്വിറ്റോറിയൽ പോയിന്റ്. അപ്പോൾ ആക്സിയൽ പോയിന്റ് ഓഫ് ദി ഡൈപോളിൽ
പൊട്ടൻഷ്യൽ നമുക്ക് എന്താ കിട്ടുന്നത് 1/4πε0 p/r². ഇക്വറ്റോറിയൽ പോയിന്റിലാണെങ്കിൽ ഡ്യൂ ടു ഡൈപോൾ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും 0 ആയിരിക്കും എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമുക്ക് ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്തൊരു ടോപ്പിക്കാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇക്വിപൊട്ടൻഷ്യൽ, ഇക്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈക്വൽ എന്നല്ലേ അർത്ഥം? ഈക്വൽ പൊട്ടൻഷ്യൽ അല്ലേ? ഈക്വൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സർഫസ് ആണത്. സോ എ സർഫസ് വിത്ത് എ കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ അറ്റ് എവറി പോയിന്റ് ഈസ് കോൾഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ ഒരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ ആ സർഫസിലുള്ള എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്തെന്ന്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു പോയിൻ്റ് എടുത്തു, ഒരു പോയിൻ്റ് ചാർജ് എടുത്തു, ഒരു പോയിൻ്റ് ചാർജ്. ആ പോയിൻ്റ് ചാർജ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? നമുക്കറിയാം, പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യും. ആർ ഡിസ്റ്റൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. V is equal to 1/4πε0. ഈ ചാർജ് Q ആണെങ്കിൽ Q പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ അറ്റ് ആർ ഡിസ്റ്റൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്താണ്? 1/4πε0 Q/r. അപ്പോൾ ആർ ഡിസ്റ്റൻസിൽ ഞാൻ വേറൊരു പോയിന്റ് വരക്കാണ്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 1/4πε0 Q/r. കാരണം സെയിം ചാർജ് ആണ്, സെയിം ഡിസ്റ്റൻസ് ആണ്. ഇങ്ങനെ ആ ഡിസ്റ്റൻസിൽ ഞാൻ മൊത്തം എല്ലാ പോയിന്റ്സും എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഒരു സ്ഫെറിക്കൽ സർഫസ് കിട്ടും. ആ സ്ഫെറിക്കൽ സർഫസ് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ സ്ഫിയറിലേക്ക് അല്ലേ, സെൻറ്ററായ നമ്മൾ ആ സെൻറ്റർ എന്തായിട്ടാണ് എടുക്കുന്നത്? നമ്മളെ ചാർജ് ആയിട്ട് എടുക്കുന്നത്. ആ സെൻറ്ററിൽ നമ്മളെ ചാർജ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചാർജ് ഈ സ്ഫിയറിൻ്റെ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് എല്ലാ പോയിന്റ്, സ്ഫിയറിൻ്റെ എല്ലാ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം അല്ലേ? അപ്പോൾ സെയിം ആണെങ്കിൽ അവിടെയുള്ള പൊട്ടൻഷ്യൽ സെയിം അല്ലേ? അങ്ങനത്തെ സർഫസിനെ വിളിക്കുന്ന പേരാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ദി സർഫസ് വിത്ത് കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ അറ്റ് every point. Constant value of potential at every point is called equipotential surface. For a point charge ന്റെ കേസിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഏതാണ്? അത് സെൻറ്റർ ആയിട്ടുള്ള ഒരു സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പോയിന്റ് ചാർജ് സെൻറ്റർ ആയിട്ടുള്ള ഒരു സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഫെറിക്കൽ സർഫസ് എന്തായിരിക്കും? ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും അല്ലേ? അവിടെയുള്ള പൊട്ടൻഷ്യലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് 1/4πε0 Q/r അല്ലെ. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻറ്ററിലുള്ള ചാർജാണ്. R സ്ഫെറിക്കൽ സർഫസിലേക്ക് സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി സപ്പോസ് ഞാൻ വേറൊരു സ്ഫിയർ വരക്കുകയാണ്, വേറൊരു സ്ഫിയർ ലൈക്ക് ദിസ്. ഓക്കെ, ഈ സ്ഫിയർ നമ്മൾ വരക്കുമ്പോൾ സർക്കിളാണ് വരക്കുന്നത്. ശരിക്കും എന്താണ്? 3D ആണ്, സ്ഫിയർ ആണ്. അപ്പോൾ ഈ സ്ഫിയർ, രണ്ടാമത് വരച്ച സ്ഫിയർ അല്ലേ, ഇങ്ങനെ അടുത്തടുത്തുള്ള സ്ഫിയറിനെ നമ്മൾ കോൺസെൻട്രിക് സ്ഫിയർ എന്നാ പറയുക അല്ലേ, അല്ലെങ്കിൽ കോൺസെൻട്രിക് സർക്കിൾസ് എന്നാ പറയുക അല്ലേ. ഈ ഡിസ്റ്റൻസ്, സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സപ്പോസ് R1 ആണെന്ന് വിചാരിച്ചോളൂ. സെൻറ്ററിൽ നിന്ന് രണ്ടാമത്തെ സ്ഫിയറിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? R1. അപ്പോൾ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അല്ലേ, ഈ സെൻറ്ററിൽ നിന്ന് രണ്ടാമത്തെ സ്ഫിയറിലെ ഏത് പോയിന്റിലുള്ള ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാലും, ഏത് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് എത്രയാണ്? R1 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്ഫിയറിലുള്ള പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? V is equal to 1/4πε0 Q/r1. സോ ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? R1 ആണ്. സോ നമ്മളിനി എത്ര സ്ഫിയേഴ്സ് എടുത്തു കഴിഞ്ഞാലും ഈ ചാർജ് സെൻറ്ററായിട്ട് വെച്ചിട്ട് നമ്മളൊരു സ്ഫിയർ അതിന് ചുറ്റും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഫിയർ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫോർ എ പോയിന്റ് ചാർജ് സ്ഫിയർ എന്തായിരിക്കും? അതിന് ചുറ്റുമുള്ള സ്ഫിയർ എന്തായിരിക്കും? കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആർ ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഫോർ എ പോയിന്റ് ചാർജ്. ഇപ്പോൾ പോയിന്റ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം സ്ഫിയർ ആണെന്ന് അതിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇനി ഞാൻ രണ്ടാമത് പറയുന്നു, ഒരു ലൈൻ ചാർജ് ആണെങ്കിലോ, ഒരു ലൈനിൽ എന്തുണ്ട്? ഫുൾ ചാർജസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? കുറേ ചാർജുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ ഒരു ലൈൻ ചാർജിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്?
ഒരു ലൈൻ ചാർജിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മളൊരു സിലിണ്ടർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിലിണ്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം ഈ ലൈൻ ചാർജിൽ നിന്ന് ഈ സിലിണ്ടറിലേക്കുള്ള ഡിസ്റ്റൻസ് എല്ലായിടെയും എന്താണ്? സെയിം ആണ്. എല്ലായിടെയും ഇപ്പോൾ ഇവിടെ 6 ആണെങ്കിൽ എല്ലാ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ ലൈൻ ചാർജിൽ നിന്ന് സിലിണ്ടറിൻ്റെ ഏത് പോയിന്റിലേക്ക് എടുത്തു കഴിഞ്ഞാലും, ആ സിലിണ്ടറിക്കൽ സർഫസിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഈ ലൈൻ ചാർജ് എന്നുള്ള ഡിസ്റ്റൻസ് 6 ആയിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഫോർ എ ലൈൻ ചാർജ് സിലിണ്ടറിക്കൽ സർഫസ്, അതിന് ചുറ്റുമുള്ള സിലിണ്ടറിക്കൽ സർഫസ് ആണ് അതിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. പോയിന്റ് ചാർജ് ആണെങ്കിൽ സ്ഫിയർ ആണ്. ഒരു ലൈൻ ചാർജ് ആണെങ്കിൽ സിലിണ്ടറിക്കൽ സർഫസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇനി ഫോർ എ ഷീറ്റ് ഓഫ് ചാർജ് ആണെങ്കിൽ, ഞാനിവിടെ ഒരു ഷീറ്റ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണ്? ഒരു ഷീറ്റാണ്. ഈ ഷീറ്റിൽ എന്തുണ്ട്? ചാർജസ് ഉണ്ട്. ഈ ഷീറ്റ് ഓഫ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയാണ് വരിക? നമ്മൾ വേറൊരു ഷീറ്റ് കൺസിഡർ ചെയ്യുന്നു. ഈ ഷീറ്റ് രണ്ടാമത് കൺസിഡർ ചെയ്ത ഷീറ്റിൻ്റെ പ്രത്യേകത, ഇത് രണ്ടാമത്തെ ഷീറ്റ് ഒന്നാമത്തെ ഷീറ്റിന് പാരലലാണ്. ഓക്കെ, ഒന്നാമത്തെ ഷീറ്റിന് രണ്ടാമത്തെ ഷീറ്റ് എന്താണ്? പാരലലാണ്. ഓക്കെ, അപ്പോൾ ഒരു ഷീറ്റ് ഓഫ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം അനദർ ഷീറ്റ് അല്ലേ പാരലൽ ടു ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ ഇതിനെ അല്ലേ ഇവിടെ ഡിസ്റ്റൻസ് 6 ആണ് നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു ഷീറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണ്? അനദർ ഷീറ്റ് പാരലൽ ടു ഇറ്റ്. അപ്പോൾ വേറൊരു ഷീറ്റ് പാരലലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്ന് പറഞ്ഞു. ഒരു പോയിന്റ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ഫെറിക്കൽ സർഫസ് ആണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഒരു ലൈൻ ചാർജിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സിലിണ്ടറിക്കൽ സർഫസ് അല്ലെ, അതിന് ചുറ്റുമുള്ള സിലിണ്ടർ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിട്ട് എടുക്കാം. ഒരു ഷീറ്റ് ഓഫ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം അനദർ ഷീറ്റ് പാരലൽ ടു ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. സോ അപ്പോൾ ഓരോന്നിൻ്റെയും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഏതാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി, the work done to move a charge in equipotential surface is 0. അതായത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായ ഒരു ചാർജിനെ മൂവ് ചെയ്യാൻ ആവശ്യമായ വർക്ക് എന്താണ്? 0 ആണ്. വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഇൻ എൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എത്രയാണ്? 0 ആണ്. സോ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് 0 ആണ്. ഫോർ എക്സാമ്പിൾ ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് കൺസിഡർ ചെയ്തോളൂ. ഇത് പോയിന്റ് എ ആണ്, ഇത് വേറൊരു പോയിന്റ് ബി ആണ്. അപ്പോൾ എ എന്ന് ബിയിലേക്ക് എനിക്ക് മൂവ് ചെയ്യണം. നമുക്കറിയാം W ഈസ് ഈക്വൽ ടു എന്താണ്? Q ഇൻറ്റു വി അല്ലെ. V ഈസ് ഈക്വൽ ടു W/Q ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അല്ലെ. വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ടു ബ്രിങ്ങിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞതാണ്. സോ W ഈസ് ഈക്വൽ ടു QV എന്ന് കിട്ടും. ഇവിടെ QV ഈസ് ഈക്വൽ ടു Q ഇൻറ്റു എ എന്ന് ബിയിലേക്കല്ല നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ VB മൈനസ് VA. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താ? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ VA ഈസ് ഈക്വൽ ടു VB ആണ്. VA ഈസ് ഈക്വൽ ടു VB ആണെങ്കിൽ VB മൈനസ് VA ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ. സോ W ഈസ് ഈക്വൽ ടു Q ഇൻറ്റു 0 അല്ലേ നമുക്ക് കിട്ടുക. ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് 0 കിട്ടും. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? വർക്ക് ഡൺ in bringing a charge in an equipotential surface from one point to another point is 0. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിച്ചതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോർമൽ ടു ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഫോർ എക്സാമ്പിൾ ഒരു ചാർജ്, ഒരു DQ എന്നുള്ള ചാർജ് ഞാൻ DL ഡിസ്റ്റൻസിൽ ഇവിടെ മൂവ് ചെയ്യുകയാണ്. DQ എന്നുള്ള ചാർജ് DL ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യുകയാണ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു നമുക്കറിയാലോ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സിന് നമുക്ക് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജ് നമുക്ക് എന്ത് എഴുതാം? E ഇൻറ്റു DQ ഇൻറ്റു ഡിസ്റ്റൻസ് നമ്മൾ DL അല്ലേ എടുത്തത്. അപ്പോൾ DL ഇൻറ്റു കോസ് തീറ്റ എന്നെടുക്കാം. സോ F.dl ആണ് വർക്ക് ഡൺ. F.d അല്ലെ, ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ആണ് വർക്ക് ഡൺ. സോ എഫിന് പകരം ഞാൻ എന്ത് കൊടുത്തു? ഫ്രം ഇലക്ട്രിക് ചാർജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്
ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡാണ് ഫോഴ്സ് അല്ലേ. ഇ ഇൻറ്റു ഡി ക്യു ഇൻറ്റു ഡി എൽ കോസ് തീറ്റ. നമുക്കറിയാം ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അല്ലേ ഇത്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് ഒരു ചാർജിന് മൂവ് ചെയ്യാൻ ആവശ്യമായ വർക്ക് ഡൺ എത്രയാണ്? അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇസ് ഈക്വൽ ടു 0 ആണ്. സോ അതിനെ നമുക്ക് 0 ആയിട്ട് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? ഇ ഇൻറ്റു ഡി ക്യു ഇൻറ്റു ഡി എൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0 ആണ്. അതാണ് നമ്മളെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്നാണ് നമുക്കത് കിട്ടിയത്. കാരണം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0 ആണ്. ഒരു ചാർജിന് മൂവ് ചെയ്യാൻ ആവശ്യമായ വർക്ക് ഡൺ 0 ആണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും ഈ ഒരിക്കലും 0 ആവില്ല. കാരണം ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് 0 ആവാനുള്ള സാധ്യതയില്ല. ഡി ക്യു നമ്മളൊരു ചാർജ് അവിടെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ 0 അല്ല. നമ്മളൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നുണ്ട്, ഡി എൽ എന്തല്ല 0 അല്ല. പിന്നെ അവിടെ 0 ആവാൻ സാധ്യതയുള്ള ആരാണ്? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0 ആവാൻ സാധ്യതയുണ്ട്. കോസ് തീറ്റ 0 ആണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണ്ടേ. തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ കോസ് 90 ഈസ് ഈക്വൽ ടു 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഈ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരെല്ലാം തമ്മിലുള്ള ആംഗിളാണ്? ഡി എല്ലും ഇയും തമ്മിലുള്ള ആംഗിളാണ് എന്തെന്ന്? തീറ്റ. അതായത് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ്, ഇ എന്തായിരിക്കണം? ഇലക്ട്രിക് ഫീൽഡ് നോർമൽ ടു ദി സർഫസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? ഇലക്ട്രിക് ഫീൽഡും ഈ ഡി എല്ലും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി കിട്ടൂ. അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോർമൽ ടു ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് 90 ഡിഗ്രി വിത്ത് ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അതിൻ്റെ പ്രൂഫാണ് ഞാൻ പറഞ്ഞത്. ഒരു ഡി ക്യു എന്നുള്ള ചാർജ് ഡി എൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ ആവശ്യമായ വർക്ക് ഡൺ 0 ആണെന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഫസ്റ്റ് പ്രോപ്പർട്ടി, ഒന്നാമത്തെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വർക്ക് ഡൺ 0 ആണെന്ന്. അപ്പോൾ അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇയും ഡി എല്ലും തമ്മിലുള്ള ആംഗിൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0 കിട്ടണം. എന്നാൽ മാത്രമേ അത് 0 ആവുകയുള്ളൂ. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ എന്തെന്ന്? 90 ഡിഗ്രി. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ പോവുകയാണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി അതായത് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഫോർ എ പോയിന്റ് ചാർജ് അറ്റ് ദി സെൻറ്റർ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഫോർ എ പോയിന്റ് ചാർജ് അറ്റ് ദി സെൻറ്റർ ഈസ് കോൺസെൻട്രിക് സ്ഫെറിക്കൽ സർഫസസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഒരു പോയിന്റ് ചാർജ്, ഒരു സെൻറ്ററിലുള്ള പോയിന്റ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോൺസെൻട്രിക് സ്ഫെറിക്കൽ സർഫസ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. സോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഫോർ എ പോയിന്റ് ചാർജ് അറ്റ് ദി സെൻറ്റർ എന്താണ്? സ്ഫിയർ ആണ്, സ്ഫെറിക്കൽ സർഫസ്. എങ്ങനത്തെ സ്ഫെറിക്കൽ സർഫസ് ആണ്? കോൺസെൻട്രിക് സ്ഫെറിക്കൽ സർഫസ് എന്താണ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് ആ പോയിന്റ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ത് ചെയ്യില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. നോ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇൻ്റർസെക്റ്റ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ഇൻ്റർസെക്റ്റ്. ആരൊക്കെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യാത്തത്? രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ത് ചെയ്യില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. സപ്പോസ് ഇവിടെ രണ്ട് സർഫസസ് നമുക്കുണ്ട്. ഒരു സർഫസ് V1, മറ്റേ സർഫസ് V2. സപ്പോസ് ഇത് ഇൻ്റർസെക്റ്റ് ചെയ്തു എന്നിരിക്കട്ടെ. ഇത് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുള്ള റീജിയനിൽ ചിലപ്പോൾ V1 + V2 ആയിരിക്കും, ചിലപ്പോൾ V1 - V2 ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് വരും. പിന്നെ അത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആവുമോ? ഇല്ല. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ പൊട്ടൻഷ്യൽ ഈക്വൽ ആയിരിക്കണ്ടേ. ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ V1 V2 ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല പൊട്ടൻഷ്യലല്ലേ വരിക? ചിലപ്പോൾ V1 കൂടുതലായിരിക്കാം, ചിലപ്പോൾ V2 കുറവായിരിക്കും. പല രീതിയിലുള്ള പൊട്ടൻഷ്യലാണ് വരിക. അപ്പോൾ ഈക്വൽ പൊട്ടൻഷ്യലുള്ള സർഫസിനെ മാത്രമേ നമ്മൾ എന്ത് പറയൂ? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വരൂ. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസിൻ്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ് പറഞ്ഞത്? വർക്ക് ഡൺ ടു ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഇൻ എൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് 0. ആ പോയിന്റ് നിന്നാണ് രണ്ടാമത്തെ എന്ത് ചെയ്തത്? നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത്. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോർമൽ ടു ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. മൂന്നാമത്തെ എന്താ പറഞ്ഞത്? ഫോർ എ പോയിന്റ് ചാർജ് അറ്റ് ദി സെൻറ്റർ കോൺസെൻട്രിക് സ്ഫെറിക്കൽ സർഫസ് റെപ്രസെൻറ്റ്സ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. നാലാമത്തെ എന്താ പറഞ്ഞത്? ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നെവർ ഇൻ്റർസെക്റ്റ്. സോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതൊക്കെ നന്നായിട്ട് വായിക്കുക. ബാക്കിയുള്ള ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.